ഭാരതത്തിന്റെ വെളിച്ചമായി നിൽക്കുന്ന ശിവഗിരിക്കുന്നിൽ പ്രകാശ സ്വരൂപനായി നിൽക്കുന്ന മഹാഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് 170-ാം തിരുജയന്തി ദിനത്തിൽ ഭഗവാന്റെ തിരു അവതാര മാഹാത്മ്യത്തെ, ഉദ്ദേശ്യത്തെ, ലക്ഷ്യത്തെ ഇന്ന് മനസ്സിലാക്കുന്നത്. 1855 ചതയം നക്ഷത്രത്തിൽ രാവിലെ 6:15-നും 6:30-നും ഇടയ്ക്ക് പുണ്യവതിയായ, ശ്രേഷ്ഠവതിയായ, പരിശുദ്ധയായ ആ മാതാവിന്റെ ഉദരത്തിൽ നിന്നും ഭഗവാൻ അവതരിച്ചു. ആ അവതാര നിമിഷം നമ്മൾ മനസ്സിലാക്കാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ, ചിന്തിക്കാതെ പോയ ഒരു കാര്യം, ഭഗവാൻ സാധുജന സംരക്ഷകനായി അവതരിച്ചപ്പോൾ അതേസമയം അവിടെയും എപ്രകാരമാണോ പരിശുദ്ധ കന്യാമറിയം യേശുവിന്റെ ക്രിസ്മസ് ദിനത്തിൽ യേശുദേവനോടൊപ്പം പരിശുദ്ധയായ മറിയവും പിറന്നത്, അതുപോലെ ഭഗവാന്റെ അവതാരത്തിനൊപ്പം പരിശുദ്ധയായ ഒരു അമ്മയുടെ പിറവി കൂടിയായിരുന്നു തിരുജയന്തി ദിനം എന്നുള്ളത് നമ്മൾ ആരും മറക്കരുത്. കാരണം ആ അമ്മയാണ് ഗുരുവിന്റെ ഈശ്വരീയത, സ്നേഹത്തെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. ആ അമ്മയാണ് ആ മകനെ ലോകജനക്ഷേമാർത്ഥം നമുക്ക് വിട്ടു നൽകിയത്. ഭഗവാന് വച്ചിരിക്കുന്ന പ്രസാദം കഴിക്കുമ്പോൾ ആ അമ്മയോടാണ് ഭഗവാൻ പറഞ്ഞത്, നാം സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും എന്ന്. അപ്പോഴും ആ ദൈവപുത്രൻ ഭഗവാൻ അവതരിച്ചതിന്റെ ഈശ്വരീയത, ഈശ്വര മാഹാത്മ്യത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് കുട്ടിയമ്മയായിരുന്നു. ആ കുട്ടിയമ്മയുടെ അനുകമ്പയാണ്, സമർപ്പണമാണ്. കുട്ടിയമ്മ വിട്ടു തന്നതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി ഇരുളിൽ മുങ്ങിക്കിടന്ന ദരിദ്ര ജനങ്ങളെ ഉയർത്തി ഇന്ന് കാണുന്ന നിറമുള്ള ജീവിതമെല്ലാം തന്നതിന്റെ പിന്നിൽ. ആ അമ്മയുടെ ത്യാഗവും ജീവിതവും കണ്ണീരും നമ്മൾ ചതയ ദിനത്തിൽ, ഗുരുവിന്റെ തിരുജയന്തി ദിനത്തിൽ ഓർമ്മിക്കണം, ചിന്തിക്കണം. ആ അവതാരം ആർക്ക് വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. സഹസ്രാബ്ദങ്ങൾ അടിമകളായും അസ്വാതന്ത്ര്യത്താലും മൃഗതുല്യരായി ജീവിച്ച മനുഷ്യരുടെ കണ്ണീരിന്റെ ഫലമായി, പ്രാർത്ഥനയുടെ ഫലമായി ആ പരിശുദ്ധ മാതാവിന്റെ ആ ദിവ്യ ശരീരത്തിൽ ഭഗവാൻ അവതരിച്ചത്. ആ അവതാരോദ്ദേശം കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന ദരിദ്ര ലക്ഷങ്ങളെ അവർക്ക് താങ്ങായി, ആശ്രയമായി, വെളിച്ചമായി, അവരെ ആത്യന്തികമായി അവരെ എല്ലാ തരത്തിലും ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഭഗവാൻ തിരു അവതാരം ചെയ്തതെന്നുള്ള ആ അമ്മയുടെയും തിരു അവതാര ദിനമാണ് തിരുജയന്തി എന്നുള്ള ബോധ്യവും നമുക്കെല്ലാവർക്കും ഈ തിരുജയന്തി ദിനത്തിൽ ഉണ്ടാകണം. ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ അരുളും അൻപും അനുകമ്പയുമാണ് നമുക്ക് ഇന്ന് നേടിയിട്ടുള്ള, ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സൗകര്യത്തിന്റെയും, എല്ലാ ഐശ്വര്യത്തിന്റെയും, എല്ലാ ശ്രേയസിന്റെയും പിന്നിൽ എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലിനോടൊപ്പം ഈ തിരുജയന്തി ദിനത്തിൽ, സുദിനത്തിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവരെയും ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. എല്ലാവരും റെഡിയായിരുന്നോളുക. പാൽക്കിണ്ണം തട്ടിമറിച്ചതുപോലെ ഓണനിലാവ് പരന്നൊഴുകുന്ന ഒരു സുന്ദരമായ രാത്രി. ചെറുകുന്നുകളും വയലോലകളും നിറഞ്ഞ ചെമ്പഴന്തി ഗ്രാമം നല്ല ഉറക്കത്തിലാണ്. മനക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള വയൽവാരത്തു വീട്ടിൽ ഇനിയും മൺവിളക്കിന്റെ വെളിച്ചം അണഞ്ഞിട്ടില്ല. മണ്ണുകൊണ്ട് ചുവരുകൾ തീർത്ത ഓലമേഞ്ഞ ആ ഒരു കൊച്ചു വീട് നിലാവിൽ കുളിച്ചു നിൽക്കുന്നു. ഓണം കൊണ്ടാടിയ ക്ഷീണത്തോടെ എല്ലാവരും തളർന്നുറങ്ങുമ്പോൾ ഒരാൾ മാത്രം ആ വീടിന്റെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മനക്കൽ ഭഗവതി കാക്കണേ, ഒരാപത്തും വരുത്തല്ലേ. ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ സ്വരം വ്യക്തമായി കേൾക്കാം. വയറുഭാരത്ത് വീടിന്റെ കുടുംബനാഥനായ മാടനാശാനായിരുന്നു അത്. ഒരു കുഞ്ഞിന്റെ പിറവിക്ക് വേണ്ടി മാടനാശാനും കുടുംബാംഗങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങകലെ രാക്കിളികൾ പാടുന്നു. പച്ചോറ്റിപ്പൂക്കളുടെ നറുമണം ഇളം കാറ്റിൽ പരന്നൊഴുകുന്നു.
പെട്ടെന്നാണ് വീടിനകത്ത് നിന്ന് പെണ്ണുങ്ങളുടെ അടക്കി പിടിച്ച സംസാരം കേട്ടത്. മാടനാശാൻ ചെവിയോർത്തു. അപ്പോഴേക്കും അകത്ത് നിന്ന് ഒരു പ്രായമായ മുത്തശ്ശി വാതിൽ തുറന്ന് കടന്നു വന്നു. ആശാനെ, ഭഗവതി കടാക്ഷിച്ചു. ആൺകുഞ്ഞ. അത് കേട്ടതോടെ ബാണനാശാന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നട്ടപ്പാതിര നേരത്ത് വയൽവാരം വീട്ടിൽ നിന്ന് വായ്ക്കുരവിയുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. ഒട്ടും വൈകാതെ ആ വാർത്ത ചെമ്പഴന്തി ഗ്രാമത്തിലെങ്ങും പരന്നു. വയൽവാരത്ത് ഒരാൺകുഞ്ഞു പിറന്നിരിക്കുന്നു. കേട്ടവരെല്ലാം നിറഞ്ഞ മനസ്സോടെയാണ് ആ പിറവിയെ എതിരേറ്റത്. മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും ഭാഗ്യം അല്ലാതെന്താ? ആ പാതിരാത്രിയിലും വയൽവാരം വീട്ടിൽ ഒരു പൂരം വന്നതുപോലുള്ള ആഹ്ലാദമായിരുന്നു. മാടനാശാൻ അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഒരു ജ്യോത്സ്യനെ ചെന്നു കണ്ടു. ജ്യോത്സ്യൻ പറഞ്ഞു, ആശാനെ, നല്ല ശുഭലക്ഷണമുള്ള കുട്ടിയാ. ചതയം നക്ഷത്രത്തിലാണ് പിറവി. ഭാവിയിൽ ഈ കുട്ടി വലിയ ഐശ്വര്യവാനായി തീരും. കൊല്ലവർഷം 1031 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിലായിരുന്നു ആ തിരുപ്പിറവി. നാട്ടിൻപുറത്തെ ഒരു പ്രമാണിയും പണ്ഡിതനുമായ മാടനാശാനായിരുന്നു ആ കുഞ്ഞിന്റെ അച്ഛൻ. അമ്മയോ സുന്ദരിയും സുശീലയും ഈശ്വരഭക്തയുമായ കുട്ടിയമ്മ. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ചെമ്പഴന്തി എന്ന ഗ്രാമം. ചെമ്പഴന്തി ഗ്രാമത്തിന്റെ ഒരു മണിവിളക്കായിട്ടായിരുന്നു വയൽവാരത്തു വീട്ടിലെ കുഞ്ഞോമനയുടെ ജനനം. അച്ഛനും അമ്മയും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനും ചേർന്ന് കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. എങ്കിലും വീട്ടുകാരും നാട്ടുകാരും നാണു എന്ന ഓമന പേരാണ് അവന് നൽകിയത്. നാണുവിന് കൊച്ചു, ദേവി, മാത എന്നിങ്ങനെ 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. അവരോടൊപ്പം കളിച്ചും ചിരിച്ചും പഠിച്ചും കുസൃതികൾ കാട്ടിയും ആ കൊച്ചു നാണു വളർന്നു. ഇതോടെ എൻ്റെ ഈ 170-ാം തിരുജയന്തി ദിനത്തിൽ സ്മൈൽ സാധന 5ാമത്തെ ഗ്രൂപ്പുകാര് അവതരിപ്പിക്കുന്ന ഗുരുസ്മൃതി എന്ന ഇതിൻ്റെ പ്രോഗ്രാമിൽ ആരംഭിക്കുകയായി. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു തിരുജയന്തി ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അത്രയും ആ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ, തൃപ്പാദജി. നാരായണ പരമഗുരവേ നമഃ. ഗുരുദേവന്റെ വിദ്യാഭ്യാസ കാലഘട്ടം നമുക്കറിയാം. ഗുരുദേവന്റെ പിതാവ് മാടനാശാൻ ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. ജ്യോതിഷത്തിലും ആയുർവേദ വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. നാണു എന്നാണ് കുട്ടിക്കാലത്ത് ഗുരുദേവനെ വിളിച്ചിരുന്നത്. തമിഴ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ ഗുരുദേവൻ പാണ്ഡിത്യം നേടി. പിതാവായ മാടനാശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും വൈദ്യവും ജ്യോതിഷവും ഗുരുദേവൻ സ്വായത്തമാക്കിയിരുന്നു. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യാവും ആയിരുന്നു ശ്രീ നാരായണ ഗുരുദേവന്റെ ഗുരുക്കന്മാർ. വാരണപ്പള്ളിയിൽ പഠിക്കുന്ന കാലം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഭഗവാൻ കുട്ടിക്കാലം തൊട്ടേ നല്ല ഈശ്വരഭക്തിയിൽ ആണ് ജീവിച്ചു തുടങ്ങിയത്. കുടുംബക്ഷേത്രത്തിലെ ദേവിയായിരുന്ന മണക്കലമ്മയായിരുന്നു ഭഗവാന്റെ ആദ്യത്തെ ദേവത. നന്നായി അമ്മയെ ആരാധിച്ചിരുന്നു. അതിനുശേഷം വിദ്യാഭ്യാസ കാലത്ത് ഭഗവാന് സ്വാധീനം ഉണ്ടാക്കിയ ശ്രീകൃഷ്ണനാണ്. കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷ സാന്നിധ്യമായിട്ട് ഗുരുദേവന് അനുഭവപ്പെടുമായിരുന്നു. ഒരു ദിവസം ഭഗവാൻ ബോധരഹിതനായി നിലത്തു വീണു. സഹപാഠികൾ നോക്കുമ്പോൾ ബോധരഹിതനായി കിടക്കുന്ന ഗുരുദേവനെയാണ് കാണുന്നത്. അവർ ഓടിച്ചെന്ന് രാമപിള്ള ആശാനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം വളരെ വാത്സല്യത്തോടെയാണ് ഭഗവാനെ കണ്ടിരുന്നത്. അപ്പോൾ നാണുവിന് എന്തു സംഭവിച്ചാലും അദ്ദേഹത്തിന് വളരെയധികം വിഷമം ഉണ്ടാകുകയും ചെയ്യും. അദ്ദേഹം വളരെ ഹൃദയവ്യതയോടെ ഓടി വന്ന് കുളക്കരയിൽ ബോധമില്ലാതെ കിടന്ന ഭഗവാന്റെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് തീർത്ഥജലം തെളിച്ചു. അപ്പോൾ
ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ കണ്ണു തുറന്നു. നാണു നിസ്സാരക്കാരനല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ഗുരുവാണ് ഉമ്മൻപിള്ളി രാമപിള്ളി ആശാൻ. ആശാൻ നാണുവിനോട് ചോദിക്കുകയാണ്, എന്താണ് നീ കണ്ടതെന്ന്. അപ്പോൾ ഗുരുദേവൻ ഒറ്റ ശ്വാസത്തിൽ ചൊല്ലിയതാണ് ശ്രീകൃഷ്ണ ദർശനം. ശ്രീകൃഷ്ണ ദർശനം ഒന്ന് നോക്കാം. ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷനിദ്ദീനമായി ചുഴരവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാമിൻ മലമേനി കൗസ്തമണിഗ്രീവന്റെ ദിവ്യോത്സവം. പൂർണ്ണമായും ഒരു ഭക്തന്റെ എല്ലാ രീതികളും വേഷങ്ങളും നടപടികളും അവിടുന്ന് അന്നു മുതൽ കൈക്കൊണ്ടിരുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. തൻ്റെ യോഗഗുരു അയ്യസ്വാമി ആകാശമാർഗത്തിന് വേറൊരു പേര് കേജരി എന്നാണ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മരുത്വമലയെക്കുറിച്ച് നാണുവിനോട് പറയുന്നത്. മുരുകൻ തുണയായിരിക്കട്ടെ എന്ന അയ്യസ്വാമിയുടെ അനുഗ്രഹവും ബാലസുബ്രഹ്മണ്യ മന്ത്രമായ ഓ ശരവണായ ഭവ ഓതിക്കൊടുത്ത് ആ തിരുവെഴുത്താറും തൻ്റെ ചെവിയിൽ ഉൾക്കൊണ്ട് ആദ്യമായ ആത്മദാഹവും അടക്കാനാവാത്ത ആവേശവും പേറി ചട്ടമ്പി സ്വാമിയോടൊപ്പം നാണുസ്വാമി മരുത്വമലയിൽ എത്തിച്ചേർന്നു. മരുത്വമലയുടെ ഏറ്റവും മുകളിലാണ് പിള്ളത്തടം ഗുഹ. ഏകാന്തമായ തപസ് അനുഷ്ഠിക്കാൻ അവിടെ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു. എന്നാൽ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ മനോഹരമായ കന്യാകുമാരി പട്ടണവും 3 കടലുകളുടെ സംഗമവും കാണാൻ കഴിയും. അവിടെ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നത് അസാധ്യമായിരുന്നു. കട്ടുകോടി എന്നറിയപ്പെടുന്ന ഒരുതരം ചെടിയുടെ ഇലക്കുമ്പിൾ കൂട്ടി അതിൽ ഒഴിച്ചു വെക്കും. അല്പസമയം കഴിയുമ്പോൾ ഈ ചാറ് അപ്പം പോലെ ഉറഞ്ഞുകൂടും. ഇതായിരുന്നു ഗുരുദേവന്റെ പ്രധാന ആഹാരം. തൃപ്പാദങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചത് പിള്ളത്തടം ഗുഹയിൽ വെച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നു. കർമ്മസാക്ഷിയായ സൂര്യൻ നിശബ്ദനും നിസ്സഹായനുമായി ചലിക്കുന്നത് പോലെയാണ് ചട്ടമ്പിയുടെ ഭാവം. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ, എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തതുപോലെ. ചട്ടമ്പിക്കൊപ്പം സഞ്ചരിക്കാനാണ് എന്നും ഇഷ്ടം എന്ന് നാണു പറയുന്നു. ബോധോദയങ്ങൾ തെളിഞ്ഞ ഗുഹാമുഖത്ത് എന്തു കണ്ടു എന്ന ചട്ടമ്പി സ്വാമിയുടെ ചോദ്യത്തിന് ഉത്തരമായി നാണു പറഞ്ഞു, പല പല സിദ്ധന്മാർ, മാമുനിമാർ, രാജശ്രീകൾ. ചിലർ ജന്തുക്കളായി, ചിലർ ജീവികളായി, ചിലർ പറവകളായും കണ്ടു. ഗുഹാമുഖഭാവമാറ്റങ്ങൾ പലതും കണ്ടു. ഏതോ യാമത്തിൽ മലരാരണ്യത്തിലൂടെ അനുകമ്പയുടെ പച്ചത്തുരുത്തുപോലെ ക്രിസ്തുദേവനെയും കരുണാതീർത്ഥം പകർന്നു നൽകുന്ന പ്രവാചകനായ നബി തിരുമേനി, ശാന്തിയുടെ പ്രാവുകൾ ചേക്കേറിയ ബുദ്ധന്റെ മുഖം, ശിവപെരുമാളിന്റെ തിരുനാഗത്തള, ആകാശം മുഴങ്ങുന്ന ഷൺമുഖന്റെ വേൽ, കണ്ണന്റെ മയിൽപ്പീലി ഇവ കണ്ടു. മരുത്വമലവാസത്തിന്റെ ചുരുക്കെഴുത്ത് സ്വനവും അടങ്ങും ഇടം, സ്വയം പ്രകാശം, മരുതുമാമല എന്ന് ഗുരുദേവൻ പറഞ്ഞു നിർത്തുന്നു. മരുത്വമലയിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ശേഷമാണ് നാണുസ്വാമി നാരായണ ഗുരുവായി വ്യാഖ്യാതനായത്. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. മരുത്വമലയിൽ നിന്ന് താൻ നേടിയ തപശക്തിയും തൻ്റെ ദൗത്യ നിർവഹണമധ്യേ അഭിമുഖീകരിക്കാൻ ഇടയാകുന്ന തടസ്സങ്ങളുടെ കരിമ്പാറക്കെട്ടുകളെ തകർക്കുവാൻ തീവ്രത പോരാ എന്നും സ്വാമിക്ക് തോന്നി. അതിന് കുറച്ചുകൂടി തീവ്രമായ തപസ് അനുഷ്ഠിക്കണം. അതിനു പറ്റിയ സ്ഥലവും ഈ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം കണ്ടുവച്ചിരുന്നു. അരുവിപ്പുറത്തെ അതിഗഹനങ്ങളായ കാടുകൾ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് താമസിയാതെ ഗുരുദേവൻ അരുവിപ്പുറത്തേക്ക് തിരിച്ചു. തൃപ്പാദജയം. 6 വർഷത്തെ നീണ്ട തപസ്സിന് ശേഷം കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഗുരുദേവൻ ഇറങ്ങി വന്ന മനോഹരമായ പുണ്യഭൂമിയാണ് അരുവിപ്പുറം. അരുവിപ്പുറത്ത് വന്ന ഗുരുദേവൻ അവിടെയും തൻ്റെ തപസ് തുടർന്നു. ഈ കാലയളവിലാണ് ഗുരുദേവൻ തൃപ്പാദങ്ങളുടെ അരുമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളെ പരിചയപ്പെടുന്നത്. ശിവലിംഗദാസ സ്വാമികളെ പരിചയപ്പെടുന്നത് ഒരു വലിയ ചരിത്രം തന്നെയാണ്. ഈശ്വര നിയോഗം എന്ന് പറയുന്നത് പോലെയാണ് അതിൻ്റെ ഒരു കാരണം. അരുവിപ്പുറത്ത് തപസ് തുടർന്ന ഗുരുദേവ തൃപ്പാദങ്ങൾ അരുവിപ്പുറത്തിൻ്റെ നെയ്യാറിൻ്റെ കരയിലുള്ള വലിയ പാറയമേൽ ഏകനായി പടിഞ്ഞാറോട്ട് നീക്കി നിൽക്കുക പതിവായിരുന്നു.
ഈ സമയത്തെല്ലാം നെയ്യാറിൻ്റെ അക്കരെ വശത്തുകൂടി ഒരു ബാലൻ നടന്നു പോകുമായിരുന്നു. ഒരു ദിവസം ഈ ബാലൻ നടന്നു പോകുമ്പോൾ യാദൃച്ഛികമായി ഇക്കരക്കരയിൽ മനോഹരാംഗനായ ഒരു യുവയോഗി തൂവെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ യുവയോഗിയുടെ രൂപം അവൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ലായിരുന്നു. ഈ മനോഹരമായ തേജോരൂപം കാണുന്നതിനു വേണ്ടി ആ ബാലൻ എല്ലാ ദിവസങ്ങളിലും ഈ നെയ്യാറിൻ്റെ കരയിൽ പോകുമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഈ ബാലനെ തൃപ്പാദങ്ങൾ അരികിലേക്ക് വിളിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം തൃപ്പാദങ്ങൾ ഈ ബാലനെ തൻ്റെ അരികിലേക്ക് കൈകാട്ടി വിളിക്കുന്നു. ഈ ബാലൻ ആ വിളിക്ക് കാത്തിരുന്നത് പോലെ ഓടി ഗുരുദേവ തൃപ്പാദങ്ങളുടെ അരികത്തെത്തുന്നു. അടുത്തു വന്നപ്പോൾ തൃപ്പാദങ്ങൾ ചോദിക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇളനീർ മതിയോ? ബാലൻ ചോദിച്ചു. മരക്കിഴങ്ങും കിട്ടുമോ? ഉടൻ തന്നെ ഈ ബാലൻ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി മരക്കിഴങ്ങ് പറിച്ച് ചുട്ടെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞെടുത്ത് കുറച്ച് വെള്ളവുമായി ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് കൊടുക്കുന്നു. ഗുരുദേവ തൃപ്പാദങ്ങൾ ഇത് കഴിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി നോക്കി നിന്നു. പകുതി കഴിച്ച് ബാക്കി പകുതി അവിടെ വച്ചപ്പോൾ അത് തനിക്ക് വേണ്ടി മാറ്റി വച്ചതാണ് എന്നുള്ള സന്തോഷത്താൽ ബാക്കി മുഴുവനും ഈ ബാലൻ കഴിക്കുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട ഈ ബാലൻ ഒരമ്മയുടേത് പോലുള്ള സ്നേഹവാത്സല്യങ്ങളിൽ ഉല്ലസിച്ച് ഗുരുവിൻ്റെ അടുത്തിരുന്നു. വൈകുന്നേരം സന്ധ്യ മയങ്ങിയപ്പോൾ വീട്ടിലേക്ക് കയറി ചെന്ന് വീട്ടുകാരൊക്കെ അറിയുന്നു, ഒരു ഈഴവ സന്യാസിയുടെ അടുത്ത് ഈ ബാലൻ ഇത്രയും സമയവും ആഹാരം കഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തു എന്ന്. ഈ ബാലന്റെ പേര് കേൾക്കുമ്പോൾ കൊച്ചു അല്ലെങ്കിൽ കൊച്ചപ്പി പിള്ള എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പിള്ള എന്ന പേര് കേട്ട നായർ തറവാട്ടിലെ കുട്ടിയാണ് എന്നും തീണ്ടിലും തൊടിയിലും വലിയ രീതിയിലുള്ള അനാചാരങ്ങൾ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു ഈഴവ സന്യാസിയുടെ ഇലയിൽ നിന്നും ആഹാരത്തിന്റെ ഉച്ഛിഷ്ടം ഒരു നായർ തറവാട്ടിലെ ബാലൻ കഴിച്ചു എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ബാലനെ വഴക്ക് പറഞ്ഞു നോക്കി, പോകാതിരിക്കാൻ പല വിധത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ വീണ്ടും വീണ്ടും സന്യാസിയുടെ അടുത്തേക്ക് തന്നെ ഈ ബാലൻ വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഈ കുട്ടിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് ഈ ബാലൻ വളരെ സന്തോഷപൂർവ്വം ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ രണ്ടാളും വളരെ സന്തോഷപൂർവ്വം ഉറക്കവും നടത്തവും ഭക്ഷണവുമെല്ലാം ഒന്നിച്ചാക്കി ഉല്ലാസത്തോടു കൂടി കഴിഞ്ഞു വരികയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടാളും കൂടി കൊടിത്തൂക്കി മലയുടെ താഴ്വരയിൽ ഇരിക്കുന്ന സമയത്ത് ഗുരുദേവൻ അകലേക്ക് തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട്, നെയ്യാറിൻ്റെ ഭാഗത്തേക്കാണ് വിരൽ ചൂണ്ടിയത്, വിരൽ ചൂണ്ടിയിട്ട് അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നു. നോക്കുമ്പോൾ എന്താണ്, ശരീരത്തിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്ന പുൽക്കൂട്ടങ്ങൾ കയറി വരുന്നു. ഈ കാഴ്ച കണ്ട് പേടിച്ചരണ്ട് കണ്ണടച്ച് ഒന്നുകൂടി നോക്കിയപ്പോൾ പുലികളുടെ സ്ഥാനത്ത് ഗുരുദേവൻ നിൽക്കുന്നു. പിന്നെയും കണ്ണടച്ച് തുറന്നു നോക്കുമ്പോൾ ശിവന്റെ രൂപം കാണുന്നു. ശിവരൂപവും ഗുരുവിനെയും പുലിക്കൂട്ടങ്ങളെയും മാറി മാറി കാണുന്ന ബാലൻ പേടിച്ച് നിൽക്കുന്നത് കണ്ട് ഗുരുദേവൻ ബാലനോട് പറഞ്ഞു, പേടി തോന്നുന്നെങ്കിൽ കമന്ന് കിടന്നോളൂ എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ തൃപ്പാദങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കമിഴ്ന്നു കിടക്കുന്നു. അല്പനേരം കഴിഞ്ഞ് ഗുരു പറഞ്ഞു, ഇനി ഉണർന്നോളൂ, അവരെല്ലാം പോയി. കണ്ണു തുറന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കിയ ഈ ബാലനോട് ഗുരു ചോദിച്ചു, ഭയമുണ്ടായിരുന്നോ? അപ്പോൾ ബാലൻ അപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞു, ഇല്ല സ്വാമി, അതെന്താണ് ഭയമില്ലാതിരുന്നത്? ഞാൻ ഇത്രയും സമയം ശിവലിംഗത്തെയാണ് കെട്ടിപ്പിടിച്ച് കിടന്നത് എന്ന്. താൻ ഇത്ര സമയവും കെട്ടിപ്പിടിച്ച് കിടന്നത് സ്വാമിയുടെ കാൽപാദാരവിന്ദങ്ങളിലാണ് എന്ന് ആ കുട്ടിക്ക് അറിയാമായിരുന്നു. അങ്ങനെയോ? എന്നാൽ ഇന്നു മുതൽ നിന്റെ നാമം ശിവലിംഗദാസ സ്വാമികൾ എന്നാകട്ടെ. അങ്ങനെ കൊച്ചപ്പിപ്പിള്ള എന്ന നായർ തറവാട്ടിലെ ആ ബാലൻ ഗുരുദേവന്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആദ്യത്തെ സന്യാസ്യ ശിഷ്യനായി മാറുകയായിരുന്നു. ലോകം മുഴുവൻ ഗുരുദേവ നാരായണ തൃപ്പാദങ്ങൾ ആരാണ് എന്ന് അറിയിക്കുന്നതും ശിവലിംഗദാസ സ്വാമികൾക്ക് ഗുരുദേവൻ ആരായിരുന്നു എന്ന് അറിയിക്കുന്നതും ശിവലിംഗദാസ സ്വാമികൾ രചിച്ച ഗുരുഷ്ടകം എന്ന കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തൃപ്പാദജയം. ഗുരുഷട്കം. ബ്രഹ്മണി മൂർത്തിമതീ ശ്രീദാനാ ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീ പൂർവദേ ശാന്തേ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനീ വാചം യമാനാ മൗനപാദിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധേ പാദാംബുജരജോ ലഭ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവിന്റെ നമുക്ക് കിട്ടിയ അമൂല്യ നിധിയാണ് ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക്, അതായത് അറിവിനെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഗുരുവിന്റെ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകളുണ്ട്. മനുഷ്യനെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ളതും ആ കാലത്തിന് അനുസ്യൂതമായ തരത്തിലുള്ളതുമായിട്ടുള്ളതാണ് ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ജനത എന്ന് പറയുന്നത് നമുക്കറിയാം, അറിവില്ല അല്ലെ, അജ്ഞത മൂലം അറിവുള്ളവന്റെ അടിമത്തം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും അവർ അടിമത്തം അനുഭവിക്കുന്നു. അതായത് അജ്ഞത മൂലം അവരിൽ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്ന അറിവാണ് മനസ്സിലാക്കുകയും അതിനനുസ്യൂതമായിട്ടുള്ള, അതായത് നമുക്ക് നേരിട്ട് ഭഗവാൻ ഗദ്യ പ്രാർത്ഥനയിൽ ഭഗവാൻ പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു. അങ്ങനെയുള്ള ആ അറിവിനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്കാണ് ക്ഷേത്ര പ്രതിഷ്ഠകളെല്ലാം കടന്നു പോകുന്നത്. അതായത് നമുക്കറിയാം, അന്നത്തെ അറിവുള്ള വംശർ എന്ന് പറയുന്ന ക്ഷത്രിയരായാലും നിയമപാലകരായാലും അധ്യാപകരും എല്ലാം അന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ദൈവത്തെ, നമ്മളുടെ പ്രാരാബ്ധ ദുഃഖങ്ങളോ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ഒരു ദൈവിക സങ്കല്പം ഉണ്ടായിരുന്നില്ല. അവർ അജ്ഞത മൂലം മാടനെയും മറുതയെയും ചാമുണ്ടിയെയും എല്ലാവരെയും ആചരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഗുരു എന്ന് പറയുന്നത് ദൈവികമായിട്ടാണ് നാം കൽപ്പിക്കുന്നത്. അപ്പൊ ആ സമുദായത്തിന് ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു ഗുരു അനിവാര്യമായിരുന്നു. ഈ അരുവിപ്പുറത്തേക്ക് ഭഗവാൻ വരുന്ന ഉടനെ തന്നെ ക്ഷേത്രം പ്രതിഷ്ഠയല്ല നടത്തുന്നത്. അവിടെയുള്ള സാധാരണ ജനങ്ങളിലേക്ക് ഒരു നിഷ്ഠയാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഭഗവാൻ ആദ്യം തന്നെ അവിടെയുള്ള ജനങ്ങളിൽ കുളി സംഘങ്ങളാണ് കുളി സംഘങ്ങൾ സ്ഥാപിക്കുകയും അവരെ നല്ല ഒരു ഇലയിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന രീതിയിലേക്കും അവരെ ഉയർന്ന തലത്തിലേക്ക് പ്രാപ്യമാക്കുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കറുത്ത വാവിനായാലും പ്രദോഷത്തിനായാലും എല്ലാ ജനതയെയും ബലിയിടാനായിട്ട് ഗുരുദേവൻ പഠിപ്പിച്ചു. അങ്ങനെ ഓരോ നിഷ്ഠയുണ്ടാക്കിയിരുന്നാലും ആ കാലഘട്ടത്തിലെ ജനത എന്ന് പറയുന്ന പ്രമാണിമാരായാലും ഈഴവ ഭൂ ഉടമകളായാലും എല്ലാവരും അങ്ങോട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇവര് പ്രദോഷ വ്രതത്തിനായിട്ട് പോകുമായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് നെയ്യാറും കഴിഞ്ഞ്, ഈ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് നെയ്യാറും കഴിഞ്ഞ് ഒറ്റയടി പാതയും കഴിഞ്ഞ് കാടും കഴിഞ്ഞ് കരയാറും കഴിഞ്ഞ് പിന്നെയും 2 പ്രദേശം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളവർ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പരിഗണനയും ലഭിച്ചിരുന്നില്ല. അമ്പലത്തിന് ചുറ്റും അതിലുണ്ടായിരുന്നു അല്ലെ, 64 അടി മാറ്റി അവർക്കൊരു പീഠം വെക്കും. ഇവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ എല്ലാം അവിടെ വെച്ച് മാറി നിന്നുകൊള്ളണം. എന്നിട്ട് അവര് വെള്ളം തളിച്ച് പൂജാരിമാർ എടുത്തു കൊണ്ടുപോകുന്നു. തിരിച്ചു പ്രസാദം എറിഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു വന്നിരുന്നത്. ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു, നാമും വരികയാണെന്ന് പറയുന്നു. ഇതെല്ലാം കണ്ട ശേഷം ഭഗവാൻ പുലിവാതിക്കൽ കാടനാശാനും നാണിയാശാനും എല്ലാം ഉണ്ടായിരുന്നു.
അപ്പൊ അവരോട് പറയുന്നു, നാം എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി ഇത്രയും ദൂരം പോകുന്നത്? നമുക്ക് അങ്ങ് അരുവിപ്പുറത്ത് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചുകൂടെ എന്ന് പറയുകയും 3-4 ദിവസം ചിന്താമുക്തനായ ഭഗവാൻ അരുവിപ്പുറത്ത് ശ്രേഷ്ഠം പ്രതിഷ്ഠിക്കാൻ പോകും എന്ന ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു. അവിടെയാണ് ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠ എന്ന ഒരു സങ്കല്പം ആരംഭിക്കുന്നത്. നമുക്കറിയാം അല്ലെ, അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയെ കുറിച്ച് അറിയാം, വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ശിവരാത്രി നാളിൽ 1888 ശിവരാത്രി നാളിൽ ഭഗവാൻ ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗം എടുത്തു അല്ലെ. അതിനു മുന്നേ ഭഗവാൻ ഒരു പൊഴി ഉണ്ടാക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. ഭഗവാൻ പറഞ്ഞ ആകൃതിയിലും പറഞ്ഞ നീളത്തിലും എല്ലാം അവർ പൊഴി ഉണ്ടാക്കുകയും ആർക്കും അറിയില്ലായിരുന്നു ഭഗവാൻ ശിവനെയാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ ഒരു അഷ്ടബന്ധം പോലും ഇല്ലാതെ ആ രണ്ട് കഷ്ണങ്ങൾ തമ്മിൽ ഇഴുകിച്ചേരുകയായിരുന്നു. അത് ഒരു ഗുരുവിനല്ലാതെ ആർക്കാണ് ആ അത്ഭുതം സാധ്യമാകുന്നത്? ഭഗവാൻ അവിടെ എഴുതി വെക്കുന്നു അല്ലെ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ, അതോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവർക്കും സോദരത്തേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് എന്നാ പറഞ്ഞത്. ഭഗവാൻ ക്ഷേത്രം എന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും. ഭഗവാന്റെ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കടവാവിന്റെ ദുർഗന്ധമുള്ളതോ അല്ലെങ്കിൽ ഇരുളടഞ്ഞതുമായിട്ടുള്ള എല്ലാവർക്കും സ്വസ്ഥമായിട്ട് വന്ന് ഇന്ന് സങ്കേതിക്കാനുള്ള ഒരു സങ്കേതമായിട്ടാണ് ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളും ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് സാധാരണ ജനങ്ങൾക്ക് അവനവന്റെ കാര്യങ്ങൾ വന്ന് ഒരു ദൈവത്തിന്റെ മുന്നിൽ അർപ്പിക്കാനുള്ള ഒരു ദൈവത്തെയാണ്. അറിവെന്ന് പറയുന്നത് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ ആ അറിവിനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്ര പ്രതിഷ്ഠകൾ, അല്ലാതെ ഭഗവാൻ നേരിട്ട് അറിവ് നൽകിയാൽ അന്ന് ആ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല. അതിനുള്ള ഒരു ഉപാധിയായിരുന്നു ദൈവത്തെ നൽകുക, ആദ്യം ദൈവത്തെ നൽകുക. അങ്ങനെയാണ് ദൈവത്തിലേക്കും ആ പ്രതിഷ്ഠകളിലേക്കും വരുന്നത്. പിന്നെ നമുക്കറിയാം വക്കം ദേവേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഭഗവാൻ പടിപടിയായി പ്രതിഷ്ഠ ചെയ്യുന്നതും മനുഷ്യനെ ഓരോ തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലാണ് ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത്. വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം, ആദ്യമായിട്ട് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുന്നു. ഈ ശിവനെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിക്കുന്ന നമ്മുടെ ഈ ചാതൂർ വർണ്ണ്യമൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ജാതിഭേദം ഒന്നും ഉണ്ടായിരുന്ന കാലത്ത് ഭാരതീയ സങ്കല്പം അനുസരിച്ചുള്ള ഈശ്വരീയ സങ്കല്പം എന്ന് പറയുന്നത് ശിവനായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ ശിവനെ പ്രതിഷ്ഠിച്ചത്. വക്കം ദേവേശ്വര ക്ഷേത്രം, പിന്നീട് അങ്ങോട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇരിക്കുന്നു. നമുക്കറിയാം ശാരദാമഠവും ശാരദാ പ്രതിഷ്ഠവും 1912 അല്ലെ, അഷ്ടകോണാകൃതിയിലുള്ളതും ചതുർബഹുവായിട്ടുള്ള ആ ദേവിയെ പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ അറിവിന്റെ ഓരോ തലത്തിലാണ് അങ്ങനെയുള്ള ആ ജനതയെ കൈപിടിച്ചുയർത്തുന്നത്. പിന്നീട് വരുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന കുളത്തൂരായാലും, കുളത്തൂരിലൊക്കെ ഭഗവാൻ മാറ്റമാണ് അവിടെ പുനഃപ്രതിഷ്ഠയിലൂടെ ആ ജനതയ്ക്ക് ഒരു മാറ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. മണ്ണന്തല ദേവീസ്തവം, അങ്ങനെയുള്ള ആ പ്രദേശത്തിനും ആ കാലത്തിനും അനുസ്യൂതമായ തരത്തിലുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളും അതോടൊപ്പം തന്നെ ആ ജനതയ്ക്ക് ചൊല്ലുവാനുള്ള നാമങ്ങളുമാണ് ഭഗവാൻ അവിടെ തിട്ടപ്പെട്ടിരിക്കുന്നത്. 1920 കാരമുഖ ദീപപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠാ സങ്കല്പം മാറി അവിടെ ദീപമാണ് അവിടെ ഭഗവാൻ പ്രതിഷ്ഠിക്കുന്നത്. അതായത് വിളക്കിൽ എണ്ണ ഒഴിച്ച് ദീപം പ്രതിഷ്ഠിക്കുന്നു. ഭഗവാൻ പറയുന്നു അല്ലെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നു. കാരണം ആ ജനതയുടെ അജ്ഞത മാറ്റി ആ അറിവിലേക്ക് എത്താൻ ആ യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള അനുകമ്പയാണ് അല്ലെ. ആ അറിവിലേക്ക് എത്തുകയാണ് ഭഗവാന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭഗവാന്റെ ആ ദീപ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ പറയാണ് തമസോമാ ജ്യോതിർഗമയ. അങ്ങനെയുള്ള ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയിലും നാം ഉൾക്കൊള്ളുന്ന ഓരോ തലത്തിലേക്ക് വരുമ്പോഴും അല്ലെ, അതുപോലെ തന്നെയാണ് ഭഗവാന് കേരളത്തിന് പുറത്ത് നടത്തിയിരിക്കുന്ന ക്ഷേത്രമാണ് കുദ്രോളി മഹാദേവ ക്ഷേത്രം. അങ്ങനെയുള്ള ഓരോ ക്ഷേത്രങ്ങളും ഭഗവാനായിട്ട് നമുക്കറിയാം 40-ലധികം ക്ഷേത്രങ്ങൾ ഭഗവാൻ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഗുരു ശ്രേഷ്ഠന്മാരാലും അല്ലെ ശിഷ്യരങ്ങളാലുള്ളതും 90-ൽ പരം ക്ഷേത്രങ്ങളും ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. നമുക്ക് അതൊന്നും ഈ 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയും ക്ഷേത്ര പ്രതിഷ്ഠകളും അതിനനുസരിച്ചുള്ള ഓരോ ക്ഷേത്ര സങ്കല്പങ്ങളുമായിട്ടാണ് അല്ലെ. ജഗന്നാഥ ക്ഷേത്രത്തെ കുറിച്ച് പറയാണ്, ഭഗവാൻ ശശരീരനായിരുന്ന കാലത്ത് തന്നെ ഭഗവാന്റെ പഞ്ചലോകം വെച്ച് ആരാധിക്കുന്ന ലബോധാനന്ദ സ്വാമികൾ അവിടെ പ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്തിരുന്നത്. പിന്നെ വരുന്നതാണ് പൂഞ്ഞാർ സുബ്രഹ്മണ്യ ക്ഷേത്രമല്ല. അതിനു മുന്നേ ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയിരുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ ഞാൻ ഇവിടെ വായിക്കാം. പ്രാക്കുളം വേളിക്കാട്ടു കാർത്തികേയ ക്ഷേത്രം, പുതിയകാവ് ആനന്ദവല്ലീശ്വര ക്ഷേത്രം, പുതിയകാവ്
ആയിരം തെങ്ങ് പാട്ടത്തിൽ ശിവക്ഷേത്രം, കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം, കായ്ക്കര കൃപാലേശ്വരി ക്ഷേത്രം, വള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രം, മൂത്തകുന്നം ശ്രീനാരായണ മംഗല ക്ഷേത്രം, പ്ലാവഴിയം ദേവി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഭഗവാൻ തൃക്കരങ്ങളാൽ നമുക്കായിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അത് ഭഗവാന്റെ ഓരോ സങ്കല്പങ്ങളാണ് ഓരോ കാലഘട്ടത്തിൽ, അതായത് മഹാസമാധിയോടനുബന്ധിച്ചുള്ള കാലഘട്ടം 1927 കാലഘട്ടത്തില് പൂഞ്ഞ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അതായത് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാനെ സുബ്രഹ്മണ്യ സങ്കല്പത്തിൽ ഒരു വേലാണ് അവിടെ ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 1927 കളവങ്കോട് പുതുക്കാട്ട് കുന്നേ ശ്രീ ശക്തീശ്വര ക്ഷേത്രം. അതായത് പ്രതിഷ്ഠയുമായിട്ട് തർക്കം നിലനിന്നിരുന്ന ആ സമൂഹത്തിലേക്ക് ഭഗവാൻ അല്ലെ ആ തർക്കങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, കണ്ണാടിയിലെ രസം ചുരണ്ടി അവിടെ ഓം ശാന്തി എന്ന് എഴുതാൻ പറയുകയും നിർഭാഗ്യവശാൽ ഓം ആ ചിഹ്നം ഇടാനായിട്ട് മറന്നുപോവും, ഓം എന്നായി പോവുകയും ചെയ്യുന്നു. ഭഗവാൻ പറയുന്നു ഇത് മതി ഇവിടെ അല്ലെ, ഇതിനും ഒരു അർത്ഥമുണ്ട് എന്ന് പറയുന്നു. ലാസ്റ്റ് ഭഗവാന്റെ ഓങ്കാരേശ്വര ക്ഷേത്രം, അതായത് ഈ പ്രപഞ്ചത്തിന്റെ സ്പന്ദനമായിട്ടുള്ള ആ പ്രണവാക്ഷരത്തിലേക്കാണ് നമ്മെ എല്ലാം ഭഗവാൻ കൈ പിടിച്ചുയർത്തുന്നത് അല്ലെ. ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം, അവിടെ ഓം എന്ന് എഴുതുകയും നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൂടെ എല്ലാം പഠിച്ചു പോകുമ്പോൾ നാം ലാസ്റ്റ് എത്തിച്ചേരുന്ന നാം എന്ന ശരീരം അല്ലെ, നാം എന്ന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും അതിനുള്ളിലെ ആ പരമാത്മ ചൈതന്യം, ആ പരബ്രഹ്മത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കൃതികൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ കൃതികൾ തന്നെയാണ്. 64ഓളം വരുന്ന കൃതികളിൽ നമ്മുടെ ഈ സംസാര ദുഃഖങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിലുള്ളതാണ് ആ കൃതികൾ എന്ന് പറയുന്നത് അല്ലെ. ഭദ്രകാളി അഷ്ടകമായാലും നമ്മളുടെ പ്രാരംഭ ദുഃഖങ്ങളെല്ലാം മറികടക്കാനാണ് ഓരോ കൃതികളും. നാം ഈ കൃതികളെല്ലാം പഠിക്കുമ്പോൾ തന്നെ നാം എത്തിച്ചേരുന്നു ആ പരമാത്മ ചൈതന്യം നാം തന്നെയാണ്, ആ സ്വരൂപവും നാം തന്നെയാണ്, ആ ചൈതന്യത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. നമ്മളുടെ ജീവിത ക്ലേശങ്ങളെല്ലാം മാറാൻ വേണ്ടി വിഷ്ണു അഷ്ടകം എല്ലാ കൃതികളും, അതായത് സ്തോത്ര കൃതികളും പ്രബോധാത്മക കൃതികള് ദാർശനിക കൃതികൾ, അങ്ങനെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അല്ലെ നമുക്ക് ആ കൃതികൾ ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ്. നാം ആ ചൈതന്യത്തിലേക്ക് ഉൾക്കൊള്ളുകയും നന്ദി പറയാൻ പഠിപ്പിക്കുന്ന കൃതിയാണ് പിണ്ടനന്ദി അല്ലെ. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പാഠം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികളോടുമുള്ള നന്ദിയാണ്. അത് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നാം അനുകമ്പാ ദശകം പഠിക്കുമ്പോൾ സഹജീവികളോടുള്ള അനുകമ്പ കൃതികൾ മാത്രം പഠിക്കുകയല്ല വേണ്ടത്, നാം അത് ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുകയും അതിലൂടെ നമുക്ക് എല്ലാവർക്കും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തൃപ്പാദശയം. ശ്രീനാരായണ ഗുരുവിന്റെ ഷഷ്ടിപൂർത്തി മഹോത്സവം. ശ്രീനാരായണ ഗുരുവിന്റെ ഷഷ്ടിപൂർത്തി മഹോത്സവം കേരളം അത്യാഡംബരപൂർവ്വം ആഘോഷിച്ചു. സ്വാമികളുടെ ഷഷ്ടിപൂർത്തി സ്മാരകമായി തിരുവനന്തപുരത്തെ കൈതമുക്കിലെ ഒരു വിദ്യാർത്ഥി മന്ദിരം അക്കൊല്ലം ചതയ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ ആഘോഷ പരിപാടികൾക്ക് സമാനമായ ഒന്ന് അതിനു മുൻപ് അനന്തപുരി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ജാതിഭേദമോ മതഭേദമോ സ്ഥാനവലിപ്പമോ കൂടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. മിതവാദിയും വിവേകോദയവും ആഘോഷ പരിപാടികൾ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തു. ഷഷ്ടിപൂർത്തി മഹോത്സവം സംബന്ധിച്ച് മദ്രാസ് MIA ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വേണ്ടയിൽ കുഞ്ഞിരാമൻ നായരുടെ മകൻ പ്രൊഫസർ കണ്ടേത്ത് അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണാശ്രമത്തിൽ നിന്നും സർവാനന്ദ സ്വാമികള്, കോവലൂർ മഠത്തിലെ രാമകൃഷ്ണ സ്വാമികള് എന്നിവർ പ്രസംഗിച്ചു. ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ പ്രധാന സംഘാടകർ യോഗം സെക്രട്ടറി എന്ന നിലയിലും ഗുരുദേവന്റെ ചിന്നസ്വാമിയായ ശിഷ്യൻ എന്ന നിലയിലും കുമാരനാശാൻ ആയിരുന്നു. മഹാഗുരുവിന്റെ ഷഷ്ടിപൂർത്തി ഒരു മഹോത്സവമായി ദേശീയവും അന്തർദേശീയവുമായ പ്രാധാന്യത്തോടെ ആഘോഷിക്കുവാൻ കുമാരനാശാൻ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 1916 സെപ്റ്റംബർ 11 കൊളുത്തുകര ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ഷഷ്ടിപൂർത്തി വേളയിലെ ഗുരുദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് വത്സല ശിഷ്യനായ മഹാകവി കുമാരനാശാൻ എഴുതി സമർപ്പിച്ച മംഗലപത്രമാണ് ഗുരുസ്തവം. അതേ വർഷം തന്നെ ഗുരു സശരീരനായിരിക്കെ കുമാരനാശാന്റെ നേതൃത്വത്തിൽ കുളത്തൂര് ലോകത്തിലെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രവും സ്ഥാപിക്കപ്പെട്ടു. കുമാരനാശാൻ തന്റെ ദൈവമായി കാണുന്ന ഗുരുവിനെ കുറിച്ച് എഴുതിയ ഗുരുസ്തവത്തിന്റെ ഏതാനും വരികളിലേക്ക്.
ഓം നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി ആരായുകിൽ അന്ധത്വമൊഴിക്കാതിമഹസിൻ നേരാവഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി. മഹാഗുരുവിന്റെ 70-ാം ജന്മദിനവും ഭക്ത്യാദരങ്ങളുടെ 1926 ഓഗസ്റ്റ് 23 ചതയം നാളിൽ കേരളമെങ്ങും ആഘോഷിക്കുകയുണ്ടായി. ശിവഗിരി സ്ഥിതി ചെയ്യുന്ന കുന്നും സാനുപ്രദേശങ്ങളും ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ഈ പുണ്യദിനാഘോഷത്തിൽ പങ്കുകൊള്ളാനായി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ മുൻകൂട്ടി എത്തിയിരുന്നു. തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കൊറ്റിയത്ത് കൃഷ്ണൻ, ദേശാഭിമാനി പത്രാധിപർ ടി.കെ. മാധവൻ, എൻ. കുമാരൻ, നിയമനിർമ്മാണ സഭാ മെമ്പർ, കേരളകൗമുദി പത്രാധിപർ സി.വി. കുഞ്ഞിരാമൻ, സഹോദരൻ പത്രാധിപർ കെ. അയ്യപ്പൻ, കെ. ശങ്കരൻ, സ്നേഹിതൻ പത്രാധിപർ പി. മാധവൻ വൈദ്യർ മുതലായ സാമുദായിക പ്രമാണികളും, എം. ഗോവിന്ദൻ ഡിസ്ട്രിക്ട് ജഡ്ജ്, സി.ഒ. മാധവൻ ഡിസ്ട്രിക്ട് മുൻസിഫ്, കെ. എൻ. ഗോവിന്ദൻ തഹസീൽദാർ, കെ. എൻ. ശേഖരൻ പോലീസ് ഇൻസ്പെക്ടർ, തിരുവിതാംകൂർ സർവീസിൽ ഡെപ്യൂട്ടി സർജനായ ഡോക്ടർ പി. പൽപു തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ തലേ ദിവസം തന്നെ ശിവഗിരിയിൽ എത്തിയിരുന്നു. ഗുരുദേവനെ കുറിച്ച് ജയന്തിക്കും മറ്റവസരങ്ങളിലുമായി നിരവധി കൃതികൾ കുമാരനാശാൻ രചിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ 1086 ജയന്തി പ്രമാണിച്ച് ആലപ്പുഴ നിവാസികളായ ഗുരുദേവ ഭക്തരുടെ അപേക്ഷ പ്രകാരം കുമാരനാശാൻ രചിച്ച കൃതിയാണ് സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട്. സ്വാമി തൃപ്പാദങ്ങളുടെ 170-ാം തിരുവതാര ദിനമായ ഈ ദിനത്തിലെ മഹാകവി കുമാരനാശാന്റെ ഹൃദയത്തിൽ നിന്നും ഗുരുസ്വരൂപം അക്ഷരങ്ങളിലൂടെ പെയ്തിറങ്ങിയ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിന്റെ ഏതാനും വരികളിലൂടെ നമുക്ക് പോകാം. വരുവിൻ സഹോദരരെ, വരുവിനിന്നു നാമെല്ലാം ഒരു കൊല്ലം കാത്ത സ്വാമി തിരുനാളല്ലേ. പരം നമ്മെ ഉയർത്തുവാൻ പരമപുരുഷൻ സ്വാമി തിരുവവതാരം ചെയ്ത സുദിനമല്ലോ. കാർമുകിലിൻ കാലമീത കഴിഞ്ഞമ്പരം തെളിഞ്ഞു താർമകൾ തന്നുത്തമായി ധരയിലെങ്ങും. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. തൃപ്പാദജയം. വിഷ്ണു ലൈവ് റെഡി അല്ലേ? ആയിട്ടില്ല. മനോജ് കണ്ടിന്യൂ. ഓക്കെ. നമുക്ക് ഗുരുദേവന്റെ അത്ഭുത പ്രവർത്തികളിലായി 1-2 കഥകൾ നോക്കാം. ആറ്റിൽ നോക്കി അരുമാനൂരിൽ കണ്ടു. ഗുരുദേവൻ അരുവിപ്പുറത്തുള്ളപ്പോൾ പലപ്പോഴും ആറ്റിൽ പോയാണ് കുളിച്ചിരുന്നത്. ഒരു ദിവസം ഗുരുദേവൻ കുളിക്കാനായി ഇറങ്ങിയപ്പോൾ അന്നവിടെ അന്തേവാസിയായിരുന്ന പൗടിക്കോണത്ത് വിളയിൽ വീട്ടിലെ പരമുവിനോട് എണ്ണ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ജീരകം വിട്ട് കാച്ചിയെടുത്ത എണ്ണയാണ് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്നത്. പരമു എണ്ണയും ചതച്ച ഇഞ്ചയും തോട്ടും എടുത്തുകൊണ്ട് കുളിക്കടവിലേക്ക് നടന്ന ഗുരുദേവനെ അനുഗമിച്ചു. അതെല്ലാം കുളിസ്ഥലത്ത് ഭദ്രമായി വെച്ചു കൊടുത്തിട്ട് പരമു വേഗം മടങ്ങി. കുളി കഴിഞ്ഞെത്തിയാൽ സാധാരണ പാലും പഴവുമാണ് ഗുരുദേവൻ കഴിക്കാറുണ്ടായിരുന്നത്.
അതിനാൽ പാല് കാച്ചി ഒരു ഇലയും പഴവും എടുത്തു വെച്ചിട്ട് പരമു ഗുരുദേവന്റെ വരവിനായി കാത്തിരുന്നു. ഗുരുദേവന് കുളിക്കുവാൻ കൂടുതൽ സമയം വേണമായിരുന്നു. എന്നാൽ അന്ന് മണിക്കൂർ 1 കഴിഞ്ഞിട്ടും ഗുരുദേവൻ കുളി കഴിഞ്ഞ് കയറി വന്നില്ല. നേരം പോകെ പോകെ എല്ലാവർക്കും ആകാംക്ഷയായി. മണിക്കൂർ 2 കഴിഞ്ഞു, എന്നിട്ടും ഗുരുദേവൻ വന്നില്ല. ആ വിവരമറിഞ്ഞെത്തിയ ആളുകൾ ആറ്റിലിറങ്ങി നോക്കി. അവരുടെ പരിഭ്രമവും ആരവവും കേട്ട് അക്കരെ നിന്നവർ കൂടി ആറ്റിലിറങ്ങി അന്വേഷണമായി. അവിടെ ഇവിടെയും ഗുരുദേവനെ കാണാതായതോടെ അന്വേഷണം എല്ലാ ദിക്കിലേക്കുമായി. 4 പാടേക്കും ആളുകൾ പാഞ്ഞുപോയി. പക്ഷേ ഗുരുദേവനെ കണ്ടതായ ഒരാളെ പോലും ആർക്കും കണ്ടെത്താനായില്ല. നേരം വൈകിട്ടായി. അപ്പോൾ അന്വേഷണത്തിലായിരുന്ന ഒരു ഭക്തൻ അരുവിപ്പുറം മഠത്തിലേക്ക് ഓടിയെത്തി. ഗുരുദേവ ശിഷ്യനായിരുന്ന ശിവപ്രസാദ് സ്വാമി ആ നേരത്ത് അരുവിപ്പുറത്തുണ്ടായിരുന്നു. ഓടി വന്ന ആ ഭക്തൻ ഗുരുദേവൻ അരുമാനൂരിലുള്ള ഒരാളുടെ വീട്ടിൽ വിശ്രമിക്കുന്നതായി വിവരം കിട്ടിയെന്ന് സ്വാമികളോട് പറഞ്ഞു. അപ്പോൾ തന്നെ ശിവപ്രസാദ് സ്വാമിയും പരമുവും കൂടി അരുമാനൂരിലേക്ക് പുറപ്പെട്ടു. കേട്ടതുപോലെ തന്നെ ഗുരുദേവൻ അവിടെ ഒരു ഭക്തന്റെ വീട്ടിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഗുരുദേവനെ കണ്ട് നമസ്കരിച്ച ശേഷം അരുവിപ്പുറത്തേക്ക് എഴുന്നള്ളണമെന്ന് അവർ അപേക്ഷിച്ചു. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, നാം ഇപ്പോൾ തന്നെ വരണമോ? വരണം എന്ന് വീണ്ടും ശിവപ്രസാദ് സ്വാമി അപേക്ഷിച്ചു. എന്നാൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അവർക്കൊപ്പം അരുവിപ്പുറം മഠത്തിലേക്ക് മടക്കമായി. കുളിക്കാൻ ആറ്റിലിറങ്ങിയ ഗുരുദേവൻ എങ്ങനെ, എപ്പോൾ, ഏതു വഴി അരുമാനൂർക്ക് പോയി എന്നത് അന്നും ഇന്നും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു രഹസ്യമായി അവശേഷിക്കുകയാണ്. അടുത്ത കഥ, പോത്തിന്റെ പാഞ്ഞുവരവ്. ഒരു ദിവസം ഗുരുദേവൻ അരുവിപ്പുറത്ത് നിന്നും നെയ്യാറ്റിൻകരയിലേക്ക് നടന്നു പോവുകയായിരുന്നു. 6 കടന്ന് കുറ്റിക്കാട്ടിലൂടെയുള്ള ഒരു ഇടവഴിയിൽ കൂടിയായിരുന്നു പോയിരുന്നത്. ഗുരുദേവന് പിന്നാലെ 3-4 ഭക്തന്മാരും ഉണ്ടായിരുന്നു. ഗുരുദേവൻ നടന്നുകൊണ്ടിരുന്ന വഴി മുന്നോട്ട് ചെല്ലും തോറും ഇടുങ്ങി വന്നുകൊണ്ടിരുന്നു. അവസാനം കഷ്ടിച്ച് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നത്ര വീതിയിലെത്തുകയുണ്ടായി. അങ്ങനെ നടക്കുന്നതിനിടയിൽ ദൂരെ നിന്നും കുറെ ആളുകൾ ബഹളം കൂട്ടുന്നത് എല്ലാവർക്കും കേൾക്കുവാറായി. ശ്രദ്ധിച്ചപ്പോൾ മാറിക്കോ എന്നുള്ള ആളുകളെ വിളിച്ചു പറയലാണതെന്ന് അവർക്ക് വ്യക്തമായി. ഗുരുദേവന്റെ കൂടെ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി 4 പാടേക്കും നോക്കി. ഗുരുദേവൻ നടന്നുകൊണ്ടിരുന്ന വളരെ ഇടുങ്ങിയ ആ വഴിയിലെ അങ്ങേ തലയ്ക്കിൽ നിന്നും ഒരു കരുത്തനായ പോത്ത് അപ്പോൾ അവർക്ക് നേരെ പാഞ്ഞു വരികയായിരുന്നു. അവരുടെ ഏറ്റവും മുന്നിലായി നടന്നുകൊണ്ടിരുന്നത് ഗുരുദേവനായിരുന്നതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്നു. അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു വന്നുകൊണ്ടിരുന്ന ആ പോത്തിനെ കണ്ട് ഗുരുദേവൻ പെട്ടെന്ന് നടപ്പ് നിർത്തി. അവിടെ തന്നെ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഉറക്കെ പറഞ്ഞു, ആരും പരിഭ്രമിക്കേണ്ട, തിരിഞ്ഞോടുകയും വേണ്ട. ആശ്ചര്യമെന്ന് പറയട്ടെ, പാഞ്ഞടുത്തേക്ക് വന്ന ആ പോത്ത് ഗുരുദേവന് തൊട്ടു മുന്നിലെത്തി. തൽക്ഷണം ആരോ പിടിച്ചു നിർത്തിയ പോലെ പോത്ത് പെട്ടെന്ന് നിന്നു. തല കുമ്പിട്ട് നിന്ന് ആ പോത്തിനെ കണ്ട് എല്ലാവരും ശ്വാസമടക്കി നിൽക്കുകയായിരുന്നു. പോത്താകട്ടെ അപ്പോൾ തല കുമ്പിട്ട് നിന്ന അതേ നിലയിൽ തന്നെ അനങ്ങാതെ നിൽക്കുകയുമായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഗുരുദേവൻ ഇപ്രകാരം കൽപ്പിച്ചു, പിൻപേയുള്ളവർ മുമ്പോട്ട് പോകുക. അത് കേട്ട് ഭയമുണ്ടായിരുന്നിട്ടും അവർ ഓരോരുത്തരായി ഗുരുദേവനെയും പോത്തിനെയും ഒരു വിധത്തിൽ മറികടന്ന് ആ വഴിയുടെ മുന്നിലെത്തി. അവസാനം ഗുരുദേവനും ആ പോത്തിനെ കടന്ന് മുന്നിലേക്ക് പോയി. അതിനുശേഷം ആ പോത്ത് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പാഞ്ഞു പോവുകയും ചെയ്തു. മനുഷ്യരായിട്ടുള്ള ഏതൊരാളും അങ്ങേയറ്റം ഭയന്നു പോകുന്നതായിരുന്നു ആ സന്ദർഭം. ഗുരുദേവന്റെ നിർഭയത്വവും സഹജീവി സ്നേഹവും നേരിൽ ബോധ്യപ്പെട്ട അവരിൽ വളരെ കാലം ആ അതിശയം വിട്ടുമാറാതെ തന്നെ നിന്നിരുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ. ഗുരു ദീന അവന പരായണനാണ്. ആശ്രയിക്കുന്നവർക്ക്, മനസ്സിലാക്കി ആശ്രയിക്കുന്നവർക്ക്, വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് ഹൃദയവാസി തന്നെയാണ്. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുന്ന സാക്ഷാൽ ഈശ്വരൻ. ഒരിക്കൽ
ചെറായി പ്രദേശത്തുള്ള ഒരു ധനികനായ ഭക്തൻ ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് ഗുരു അവിടെ എത്തുന്നു. ഗുരുവിനെ കാണുവാനും അനുഗ്രഹം വാങ്ങുന്നതിനും വേണ്ടി ഒത്തിരി ആളുകൾ എത്തിച്ചേർന്നു. ഗുരു വരുന്നതിന് മുന്നേ ഗുരുവിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. എല്ലാവരും പിരിഞ്ഞുപോയി തിരക്കൊഴിഞ്ഞ സമയം പണ്ഡിതനായ ശാസ്ത്രികൾ അവിടേക്ക് എത്തിച്ചേർന്നു. ഗുരുവുമായി വേദാന്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒത്തിരി സമയം അവിടെ ചിലവഴിച്ചു. ശാസ്ത്രികൾ പോകുവാൻ എഴുന്നേറ്റു. രാത്രി ഒത്തിരി ഇരുട്ടി. അതിഥികളെ യാത്ര അയക്കുന്ന പോലെ ഗുരുവും ആ പണ്ഡിതനോടൊപ്പം പ്രധാന വഴിവരെ പോയി. അവിടുന്ന് ഗുരുവിനെ വണങ്ങി പണ്ഡിതൻ യാത്രയായി. പിന്നീട് ഗുരുവിനെ അവിടെ ഉള്ള ആരും കാണുന്നില്ല. ഗുരു പതിയെ നടന്നു. അധികം ദൂരെ അല്ലാതെ ഒരു ഭക്തനുണ്ടായിരുന്നു. അരയ സമുദായത്തിൽപ്പെട്ട അരയസ്വാമി എന്ന നാട്ടുകാർ വിളിച്ചിരുന്ന ഒരു ഭക്തൻ. അദ്ദേഹം അവിടെയുള്ള ഭക്തരെയെല്ലാം ഇടയ്ക്ക് പഴനിക്കും ശബരിമലയ്ക്കൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ അരയസ്വാമി എന്ന് അറിയപ്പെട്ടത്. വലിയൊരു ഗുരുഭക്തനും കൂടിയായിരുന്നു അരയസ്വാമി. അന്ന് അദ്ദേഹം ഉറക്കത്തിലേക്ക് പോകുന്ന സമയം പുറത്തു നിന്നൊരു വിളി, മുരുകൻ ഉറങ്ങിയോ? മുരുകൻ എന്നാണ് ഗുരു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ശബ്ദം കേട്ട പാടെ അദ്ദേഹം ഞെട്ടി ഉണർന്നു. പുറത്തു വന്നു നോക്കുമ്പോൾ ആ ഇരുണ്ട വെളിച്ചത്തിൽ തൃപ്പാദങ്ങൾ നിൽക്കുന്നു. അതിശയത്തോടെ ഗുരു പാദങ്ങളിൽ നമസ്കരിച്ചു. ഗുരു ആ കൊച്ചു കുടിലിലേക്ക് കയറി. ഒരൊറ്റമുറിയായിരുന്നു ആ കുടിൽ. തൃപ്പാദങ്ങൾ തൻ്റെ കുടലിലേക്ക് എഴുന്നള്ളിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ വിഭ്രാന്തിയിൽ തൃപ്പാദങ്ങൾക്ക് എന്തു കൊടുക്കും എന്നായി ചിന്ത. അവിടേക്ക് കാഴ്ചവെക്കാൻ ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു. അപ്പോൾ ഗുരു പറഞ്ഞു, പഴമുണ്ടല്ലോ ഇവിടെ. അപ്പോഴാണ് ഓർത്തത്. അദ്ദേഹത്തിന് ആശ്വാസമായി. വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ എണ്ണ തീർന്നിരിക്കുന്നു. ആകെ പരിഭവമായി. ഇത് മനസ്സിലാക്കിയ ഗുരു മൊഴിഞ്ഞു, കർപ്പൂരമുണ്ടല്ലോ, അത് കത്തിക്കൂ. ഉടൻ അദ്ദേഹം കർപ്പൂരം എടുത്തു കത്തിച്ചു. ഒരു തളികയിൽ പഴങ്ങൾ വെച്ചു തൃപ്പാദങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു. ഗുരുവിനെ സമർപ്പിച്ച ഒരു പൂജയായിരുന്നു അത്. ഗുരു പഴങ്ങൾ കഴിച്ചു കൂടെ അദ്ദേഹത്തിനും കഴിക്കാൻ കൊടുത്തു. അങ്ങനെ ഒത്തിരി സമയം ഗുരു ആ കുടിലിൽ ചിലവഴിച്ചു. തൻ്റെ ഭക്തനെ അറിഞ്ഞ് അനുഗ്രഹിച്ചു. നോക്കൂ, വലിയ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചിട്ട് തൃപ്പാദങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് എടുത്തു നിന്ന് അവിടുന്ന് വിളിക്കാതെ ചെന്നത് തൻ്റെ പ്രിയ ഭക്തൻ്റെ കുടിലിലേക്കാണ്. എവിടെയാണ് ഗുരു പ്രീതനാകുന്നത് അവിടേക്ക് ഗുരു എത്തുന്നു. കടാക്ഷം ചൊരിയുകയാണ്. അവനിലേക്ക് ഗുരു പ്രവേശിക്കുകയാണ്. എവിടെയാണോ നിഷ്ഠയുള്ളത്, എവിടെയാണോ അതിൻ്റെ പവിത്രതയുള്ളത്, നിഷ്കളങ്കമായ ഭക്തിയുള്ളത്, അവിടേക്ക് ഗുരു എത്തിച്ചേരുന്നു. ആർഭാടങ്ങളിലല്ല ഗുരു ഭ്രമിക്കുന്നത്. നമ്മളിലെ ഗുരുഭക്തി എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം. തൃപ്പാദ ജയം. ഗുരു ആരായിരുന്നു? ഗുരുദേവൻ ഭഗവാനാണോ എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. പണ്ട് മുതൽക്കേ ഇന്ന് വരെയും നമ്മൾ നോക്കുവാണെങ്കിൽ ഗുരു ഭഗവാനാണോ എന്ന് പറയുമ്പോൾ അത് ഭഗവാനാണെന്ന് പറയുന്ന ഒരു കൂട്ടരെയും കാണാം, ഭഗവാൻ അല്ല എന്ന് സമർത്ഥിക്കുന്നവരെയും കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ എല്ലാവരും നെറ്റി ചുളിക്കാനായിട്ടുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. എന്താണ് ഭഗവാൻ? ആരാണ് ഭഗവാൻ ആവുന്നത്? അതാദ്യം തന്നെ നോക്കാം. ഈ 6 ഗുണങ്ങൾ അടങ്ങിയ വ്യക്തികളെയാണ് നാം ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിങ്ങനെ 6 ഗുണങ്ങൾ അടങ്ങിയ ആരോ അത് ഭഗവാൻ തന്നെയാണ്. ആദ്യം തന്നെ ഗുരുദേവന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കാം. ഗുരുദേവന് ഐശ്വര്യമില്ലേ? ജ്ഞാനമില്ലേ? നല്ല വൈരാഗ്യല്ലേ? ശ്രീയുള്ള ആളല്ലേ? അതെ, പലതരത്തിലും ഗുരുദേവൻ തൻ്റെതായിട്ടുള്ള ജീവിതത്തിലൂടെ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ഗുരുദേവന്റെ വീര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ പുതിയൊരു സാമൂഹിക ക്രമം നമുക്ക് നേടിത്തന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇന്നിങ്ങനെ ഇരുന്ന് ഈ ജയന്തി ആഘോഷിക്കുന്നത്. ഒരു കാലഘട്ടം നോക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക്
പുതിയൊരു ജീവിതം നൽകുവാനായിട്ട് ഗുരുദേവന് കഴിഞ്ഞു. അത് ഗുരുദേവന്റെ വീര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി ഗുരുദേവന്റെ ഐശ്വര്യവും ജ്ഞാനവും നമുക്ക് ഗുരുദേവ കൃതികളിലൂടെ കാണുവാൻ കഴിയും. അതിനകത്ത് ഉള്ള എല്ലാ കൃതികളിലും ഗുരുദേവന്റെ ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്നുമുണ്ട്. ഇനി ഇത് മാത്രമല്ല, ചരിത്ര സാക്ഷ്യപ്പെടുത്തുവാണെങ്കിൽ, നമ്മൾ ചരിത്രം അല്ലെങ്കിൽ എടുത്ത് വായിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഗാന്ധി, ടാഗോർ, CF ആൻഡ്രൂസ് മുതലുള്ള ആളുകൾ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞത്. കാരണം ഇവരെല്ലാം ഗുരുദേവനെ നേരിട്ട് കണ്ട ആളുകളാണ്. നമുക്കറിയാം, ഈ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കൊണ്ടുവന്ന വ്യക്തിയാണ് ടാഗോർ. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് നോബൽ ലോറിയേറ്റ് ആണ് ടാഗോർ. അപ്പോൾ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അധികം കാര്യങ്ങൾ തന്നെ പറയാനുമുണ്ട്. ടാഗോർ ഗുരുദേവനെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം, ലോകത്ത് മെമ്പാടും ഞാൻ സഞ്ചരിച്ചിട്ട് ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുദേവനിൽ ഞാൻ എന്തോ പ്രത്യേക ചൈതന്യം കണ്ടിരുന്നു എന്നുള്ളതാണ്. ആ പ്രത്യേക ചൈതന്യം എന്ന് പറയുന്നത് തന്നെ ഈശ്വരഭാവമാണ്. ഗുരുദേവന്റെ ഈശ്വരഭാവം ടാഗോർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നാം ഗാന്ധിജിയെ എടുത്തു നോക്കൂ. ഗാന്ധിജി തന്റെ പത്രമായിട്ടുള്ള ദ യങ് ഇന്ത്യയിൽ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഗാന്ധിജി ശിവഗിരിയിൽ താമസിക്കാനിടയായതും പിറ്റേ ദിവസം ഗാന്ധിജി കാണുന്നത് ഗുരുദേവനെ സ്വന്തം ശിഷ്യന്മാർ പൂജിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഗാന്ധിജി തന്റെ പത്രമായിട്ടുള്ള ദ യങ് ഇന്ത്യയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ എല്ലാ തരത്തിലുമുള്ള ഉദാഹരണങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത് ഗുരുദേവന്റെ ഈശ്വര ചൈതന്യത്തെയാണ്, ഭഗവാൻ എന്നുള്ള സങ്കല്പത്തെയാണ്. ഇനി വേറൊരു കാര്യം കൂടിയും പറയാം. മറ്റുള്ള പ്രവാചകന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവസങ്കല്പങ്ങളോ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു കുറ്റമോ കുറവുകളോ എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഗുരുദേവന് അങ്ങനെ ഒരു കുറ്റമോ കുറവുകളോ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ 6 ഗുണങ്ങളും ഗുരുദേവനിൽ അടങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഗുരുദേവനെ ആരാധിക്കാത്തവർ പോലും ശ്രീനാരായണ ഗുരു എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയഭക്തി ബഹുമാനം കൊടുക്കുന്നത് നമുക്ക് കാണാം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവന്റെ ഈശ്വര ചൈതന്യവും അല്ലെങ്കിൽ ഗുരുദേവന്റെ ഈശ്വരഭാവവും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഇനി കുമാരനാശാൻ തന്റെ പല കൃതികളിലൂടെയും ഗുരുദേവൻ തന്റെ ദൈവമാണല്ലോ എന്നും അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു എന്റെ ദൈവമാണല്ലോ എന്ന് പല കൃതികളിലൂടെയും സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ എല്ലാ ചരിത്ര സാക്ഷ്യങ്ങളും ചരിത്ര സത്യങ്ങളും നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഗുരുദേവൻ ഈശ്വരൻ തന്നെയാണെന്നുള്ളതാണ്. അതിന് നമുക്ക് കോടതിയുടെയോ അല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനങ്ങളുടെയോ ഒന്നും സഹായം വേണ്ട. ഗുരുദേവൻ ഈശ്വരൻ തന്നെയാണ്. തൃപ്പാദ ജയം. സമൂഹത്തിലെ അവശരും ആലംബഹീനരുമായ ജനങ്ങൾക്ക് വേണ്ടി അവതാരം ചെയ്ത നമ്മുടെയെല്ലാം കാണപ്പെട്ട ദൈവമായ ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ ഭൂമിയിലെ സ്വർഗമായ ശിവഗിരി, ആ പുണ്യഭൂമിയിലേക്ക്, ആ തിരുസന്നിധിയിലേക്ക് ഞാൻ ഏവരെയും ക്ഷണിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും പോലും നിന്നിൽ സ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴം പോലെ ഞങ്ങളും മായയും മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ
സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ. മായയും മായാവിയും മായാവിനോദനും നീയല്ലോ. മായേനിക്ക് സായുജ്യം നൽകുമാരിനും നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വിരലൂതും മൊഴിയുമോക്കിൽ നീ അകവും പുറവും ദിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. നന്ദി, നമസ്തേ. എല്ലാവർക്കും നമസ്തേ, നന്ദി. ഇന്ന് സ്മൈൽ സാധന ഗ്രൂപ്പ് നമ്പർ 5-ന്റെ തിരുജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ആദ്യമായി തന്നെ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന സ്മൈൽ സാധന ഗ്രൂപ്പിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ധന്യ ടീച്ചറിനോടും ബെൻസാൽ സാറിനോടും അനീഷ് സാറിനോടും മുഖ്യ കോർഡിനേറ്റേഴ്സിനോട് എല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ആദ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വീഡിയോ ഷെയറിങ്, സ്ലൈഡ് ഷെയറിങ്, അങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ദർശന ചേച്ചിക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം സ്മൈലിന്റെ ഓരോ പരിപാടികൾക്കും ഇപ്പം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഞങ്ങളോട് കൂടെ സഹകരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും വൃത്തിയോടെയും ചെയ്ത ദർശന ചേച്ചിക്ക് സ്മൈൽ സാധനയുടെ പേരിലും സാധന ഗ്രൂപ്പ് നമ്പർ 5-ന്റെ പേരിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ചേച്ചി വളരെ താങ്ക്സ്. ഇനി ഇവിടെ പരിപാടി അവതരിപ്പിച്ചു ഓരോരുത്തരും. കാരണം നമുക്ക് ആകെ കൂടി കിട്ടിയ ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. 3, 4, 5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 3 to 4 ഡേയ്സിനുള്ളിലാണ് നമ്മൾ ഈ പരിപാടിയുടെ പ്രാക്ടീസ് നടത്തിയത്. അപ്പൊ എത്രത്തോളം ശരിയായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അതിന് നിങ്ങളെ ഓരോരുത്തരുമാണ് അത് പറയേണ്ടത്. അപ്പം എല്ലാവരും ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് പങ്കുവെക്കും എന്ന് ഞങ്ങൾ കരുതുന്നു, എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ പരിപാടി അവതരിപ്പിച്ച ഓരോ വ്യക്തികളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായി തന്നെ ചേച്ചി സാധന ഗ്രൂപ്പ്